ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ ഒരു മീറ്റിംഗില് ഇന്നലെ ജാസ്മിൻ പോഡോ എന്ന് പറഞ്ഞ ഒരു കാര്യം ജിൻഡോ എടുത്തിട്ടു. പിന്നെ ഇന്നലെ രാവിലത്തെ സംഭവങ്ങളാണ് ഇന്നും ചർച്ചയായിട്ട് അവിടെ കൂടെ കറങ്ങി നടക്കുന്നത്. ക്യാപ്റ്റന്റെ അധികാരത്തെ അപമാനിച്ചു, അവഹേളിച്ചു, അതൊക്കെയാണ് പ്രശ്നം. ലൈവില് കുറെ നേരമായിട്ട് ഈ ഒരു പ്രശ്നം നിന്ന് കത്തുന്നുണ്ട്. പവർ ടീം ഒരു പ്രശ്ന പരിഹാര കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ സിബിന്റെ നേതൃത്വത്തില്. വൈകുന്നേരം ഒരു കോടതി പോലൊക്കെ ഒരു സെറ്റപ്പ് ചെയ്ത് BB പവർ റൂം കോർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ സാക്ഷികളൊക്കെ വിസ്തരിച്ച് ഒരു വിധി പ്രഖ്യാപിക്കുമെന്നാണ് പവർ ടീം ഇപ്പോൾ പറഞ്ഞത്. ഇതിനിടയ്ക്ക് ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ ഇന്നലെ നാടകമാണ് കളിച്ചത്, വെറും ഡ്രാമയാണെന്നും പട്ടിഷമാണെന്നും ഓപ്പൺ ആയിട്ട് ജിൻഡോ പറഞ്ഞു. അത് പൊളിച്ചു കേട്ടോ. അവിടെയുള്ള ആരും പിന്നെ പ്രേക്ഷകരും പൊട്ടന്മാരല്ല എന്ന് ജിൻഡോ വീണ്ടും തെളിയിച്ചു. എന്ത് കണ്ടാലും അത് വിശ്വസിക്കുന്ന ആളുകളൊന്നും അല്ലെന്ന് തെളിയിച്ചു. പ്രേക്ഷകരിൽ പലരുടെ അഭിപ്രായമാണ് ജിൻഡോ പറഞ്ഞത്. റിയൽ ആയിട്ടുള്ള ഒരു മെൽഡൗണും ബ്രേക്ക് ഡൗണും ഒക്കെ കണ്ടത് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം, അത് ഇന്ന കാര്യമാണ് നമുക്കറിയാം. ജിൻഡോയോട് ദേഷ്യപ്പെട്ട് താൻ പോടോ അല്ലെങ്കിൽ താൻ പോയി കേസ് കൊടു എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ അതൊരു ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ചാണെങ്കിലും കണ്ടസ്റ്റന്റിന്റെ വാക്കുകളാണെങ്കിലും വളരെ ഔട്ട് ഓഫ് ദി ലൈൻ ആണ്, ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. ഇത് ജാസ്മിൻ ക്യാപ്റ്റന്റെ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു പ്രശ്നം നടന്നത്. അതാണ് അതിന്റെ അത് ഏറ്റവും വലിയ കോമഡി. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജിൻഡോയുടെ അധികാര കൈമാറ്റം വൈകിപ്പിക്കാനും കൂടെ വേണ്ടിയാണ് ജാസ്മിൻ ഈ നാടകം കളിച്ചത്. അത് ഞാൻ പറയാൻ കാര്യം, അതും ഇപ്പൊ എക്സ്പോസ് ആയി ആ ഒരു ഗെയിമും. ഇന്നിപ്പോ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് ജാസ്മിൻ, ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല, പഴയ എനർജിയിൽ തന്നെയാണ്. ആ ഒരു ചീപ്പ് ഗെയിമാണ് ജിൻഡോ എന്ന് എക്സ്പോസ് ചെയ്തത്. എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൊണ്ടാണ് അധികാരകാല പരിധിയുടെ കാര്യമൊക്കെ ജാസ്മിൻ പറഞ്ഞത്. ജാസ്മിന്റെ അടവൊന്നും ഇവിടെ നടക്കില്ല എന്ന് ജിൻഡോ പച്ചയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ ജിൻഡോ ഗബ്രിയോട് കാലേ വാരി നിലത്തടിക്കും എന്നുള്ള ഒരു കാര്യം, ആ ഭാഗം ഞാൻ കണ്ടിട്ടില്ല ലൈവില്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ നടന്നതായിരിക്കാം. പക്ഷെ ഇത് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. അഗൈൻ ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ട് ജിൻഡോ ഒരിക്കലും അങ്ങനെ ഒരു ഭീഷണി, നീ ഗബ്രി കാലേവാരി നിലത്തടിക്കുമെന്ന് ജിൻഡോ പറഞ്ഞത് അത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ എന്റെ അഭിപ്രായത്തില് ഒരു കാലേവാരി നിലത്തടി ഗബ്രിക്ക് അനിവാര്യമാണ്. അങ്ങനെയെങ്കിലും ഗബ്രിക്ക് ഒരു ബോധോദയം ഉണ്ടാവും. എന്തായാലും ലൈവിൽ ആകെ മൊത്തം കച്ചറമയമാണ്. പവർ ടീമിനെതിരെ ജബ്രികളുടെ ചീപ്പ് ഒഫൻസ് ഗെയിമാണ്. പിന്നെ റസ്മിനും അർജുനും അപ്സരയും ഒക്കെ ഉണ്ട് ഇതിനെ കൊട പിടിച്ച്. അർജുൻ പിന്നെ സ്ഥിരം ഉള്ള പോലെ തന്നെ കുന്തം വിഴുങ്ങി ഇരിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായിട്ടാണ് ജബ്രികളെ എനിക്ക് ഇന്ന് തോന്നുന്നത്. ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. അവരെ ഒറ്റപ്പെടുത്തി എന്നുള്ള പോലെ ഒരു നെഗറ്റീവ് വരാൻ വേണ്ടിയാണ് അവർ ഈ കളിക്കുന്നത്. ജിൻഡോ നൈസായിട്ട് ജാസ്മിന്റെ സഹതാപ നാടകം എക്സ്പോസ് ചെയ്ത് വിട്ടു. അതേ ഉള്ളൂ ഇതിന്റെ അകത്ത് ഒരു പോയിന്റ്. ഈ ഒരു പ്രശ്നം ഇപ്പൊ ലൈവിൽ കത്തുന്നത് എല്ലാം ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്.